ഗായ്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെന്തായാലും ഈ ഒരു റൈഡായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ 2 പ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉത്സവമായതുകൊണ്ട് ഒരു മേളല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട്. കുട്ടികളുടെ ഇത് അവിടെ ഉണ്ട്. നമ്മൾ ഇതിലോട്ട് കയറാൻ പോകുന്നത്. Can we ride on this instrument? അപ്പോൾ ഞങ്ങൾ എന്തായാലും കോൺഫിഡൻ്റ് ആണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൽ പോയി നോക്കട്ടെ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഒരാൾക്ക് 50 രൂപ കേട്ടോ. ജസ്റ്റ് ഇവിടെ ഭയങ്കര ലൈനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കയറിയിട്ട് നേരെ ഉള്ളിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു മേളയുടെ ഒരു പ്രൗഢി എന്തായാലും ഇവിടുന്ന് മുഴുവൻ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നോക്കാം, ഇതിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ആപ് ക്യാ ബോൾത്തെ ഇസ്കെ ബാരെ മേ? എക്സൈറ്റഡ് ആയോ? ഓക്കെ, മൂപ്പർ എന്തായാലും ചെറുങ്ങനൊന്നും പേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. നോക്കാം, ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഭയങ്കര ടഫാണ്, ആളുകളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് നമുക്ക് പോകാം, പൊളിക്കാം, ചില്ലൗട്ട് ചെയ്യാം ഗൈസ്. അയ്യോ, ഐ ആം ജസ്റ്റ് ത്രില്ലഡ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എൻ്റർ ആയിട്ടുണ്ട് ഇതിനുള്ളിലേക്ക്. അയ്യോ, അപ്പം എന്തായാലും ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു ഗൈസ്. അതെന്തായാലും അടിപൊളിയായിട്ട്. അയ്യോ, ഫാന്റാസ്റ്റിക്, സൂപ്പർ. അയ്യോ, എന്തായാലും മേള അടിച്ചു പൊളിക്കട്ടെ. ഇപ്പം നമ്മള് അടിയിൽ ആളുകളുണ്ടാവും. ശരിക്കില്ല, ഇത് ഭയങ്കര സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടില് ചുറ്റും നമുക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബെൽറ്റ് മോഡൽ ഉണ്ടാവും. ഇത് അങ്ങനൊന്നും ഇല്ല ഗായ്സ്. അയ്യോ, don't cry, മുത്തുമണി. ഈ കുട്ടി കരയുണ്ട് കേട്ടോ ഗൈസ്. Don't worry, it will be fun. അയ്യോ, ഇവിടേക്ക് ഫോട്ടോ എടുത്ത് കളിക്കാണ് ഗൈസ്. ഇത് നോക്കിയേ, ഒരു പേടില്ലാത്ത മനുഷ്യൻ. നമ്മളെന്തായാലും ഞാനിന്ന് ഗോപ്രയ്ക്ക് നമ്മളെ ഫാൻ ഇല്ല കേട്ടോ. ഇത് ലവ് ചെയ്തേ ആദ്യം പറഞ്ഞേ, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റൈഡാവും. ഓക്കെ കുഞ്ഞോളെ, എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? അയ്യോ, ഇവളൊക്കെ ഹീറോ. ഇത് നോക്കി, ചെറിയ കുട്ടിയോ ഇത് റൈഡ് ചെയ്യണം. നോക്കേ, ഭയങ്കര ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടെ മറ്റൊരു ഗുരുദ്വാര ഉണ്ട് കാണാൻ. അത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടുന്ന് റൈഡൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഏന്തൂർനാളിൽ പോയെന്ന് നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര രസമാണ്. ഹൗ ഡു യു ഫീൽ ഇറ്റ്? I can't even explain in words how I am feeling. എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്നാണ് മൂപ്പര് ലൗട്രി പറയുന്നത്. With my friend. അയ്യോ,
This is my friend. ലവ്പ്രീതിന്റെ ഫ്രണ്ട് കേട്ടോ. ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു ബ്രോ. ഇത് സംഗതി എന്താ വെച്ചാൽ ലവ്പ്രീതിന്റെ ഫ്രണ്ട്സ് കേട്ടോ. ഇവരെല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഗുരുദ്വാര ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ് ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. ലൈറ്റ് LED ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. ഏകദേശം സമയം 7:30 മണിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഉള്ളിലേക്ക് പോവാം. ഓക്കെ, നമ്മളെന്തായാലും ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് നോക്കി നിങ്ങൾ ഫുൾ ലൈറ്റ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു ഗുരുദ്വാര നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മളൊരു മേളയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രേഷനൊന്നും നമ്മളിതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും രാത്രി കാലത്ത് എങ്ങനെ ഗുരുദ്വാര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യട്ടെ. ഇത് നോക്കിയാൽ ഫുൾ കളർഫുൾ ആട്ടോ ഇവിടെ. എന്തായാലും അടിപൊളി. ഉള്ളിലേക്കൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ഇതല്ലേ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ലൈറ്റ് വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. ഓ, ഇവിടെയൊക്കെ ഉണ്ട് പൂവും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ഇവിടെ എത്തി. അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി. ഇതൊക്കെ ഈ മരത്തിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് വെച്ചാണ്ട് ഒരു പച്ച കളറിൽ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്യും. ഐ വിൽ ബി ഹിയർ. യു ക്യാൻ ഗോ. No, you can also go there. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലേക്ക് കയറിട്ടോ. ഇവിടെയൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഭാഗം നോക്കി ഇതൊക്കെ പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടില്ല. ലങ്കർ ഇവിടെ ലങ്കർ ഉണ്ട് കേട്ടോ. ഓ, അവിടെ ശരിക്കും ലങ്കറാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ലങ്കറാണ്. പിന്നെ ഇത് നോക്കി ഇതൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു മേളയോടനുബന്ധിച്ച്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കി നമ്മൾ ചർച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യില്ല പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു ദിവസം. നമ്മളെ നാട്ടിലെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഇന്നാണ് ശരിക്കും അവരിത് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് ഏരിയ കണ്ടില്ലേ, കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രാർത്ഥനയും പിന്നെ അതുപോലെ തന്നെ റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ സ്പിരിച്വൽ സോങ്സ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്പിരിച്വലായിട്ട് അവരുടെ എന്തൊക്കെയാണ് അവർ ചൊല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയ ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എന്ത് ചെയ്യണേ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ചുറ്റും എന്തായാലും ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ പുറത്തേക്ക്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നത് ഈ ഗുരുദ്വാരൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സംഗതി ഉള്ളത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ സിഖുകാരുടെ ഒരു മതത്തിൻ്റെ സിമ്പിളാട്ടോ. Please explain about this symbol. It's a Sikh symbol. And, usually people take these kind of symbols and they it's also part of Sikh turban. Some people they keep it inside this turban also. Okay, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ സിഖ് ആളുകൾ മോസ്റ്റ് അവർ ടെർബൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ ടെർബൻ്റെ രൂപത്തിലാണ് ഇത് ഇവിടെ കാണുന്നത്. പിന്നെ അവരുടെ ടെർബൻ്റെ ഉള്ളിലൊക്കെ അവരിത് യൂസ് ചെയ്യലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഇതും ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ലവ്പ്രീതിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞാൽ ഇത് മ്യൂസിയം കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്തായാലും അങ്ങോട്ട് പോട്ടോ. ഇവിടെയൊക്കെ ഒരു ഗാർഡൻ കേട്ടോ. നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. കാരണം ലോ ലൈറ്റിൽ ഗോപ്രോ അത്ര പെർഫോമിങ് കുറവാണ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഈ ഒരു മ്യൂസിയത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു അഥവാ ഇവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സിഖ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് പെയിൻറ്റിങ്ങും പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. നമ്മൾ ജാലിയൻവാലാ ബാഗിലൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ഗാലറികളുണ്ട്. അപ്പോൾ ഈ ഒരു ഗുരുദ്വാരയിൽ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മ്യൂസിയം വരുന്നുണ്ട്. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. ഇതൊക്കെ അവരുടെ മതത്തിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സെക്കൻഡ് ഗുരുവിൻ്റെ പേരിലാണ് ഈ ഒരു മ്യൂസിയം അവർ മെമ്മോറിയലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് മേളല്ല, അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ടുള്ള ഒഴുക്ക് വളരെ കൂടുതലാണ്. ഒരു മ്യൂസിയം ഇങ്ങനെ കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഉള്ളിലേക്ക് പോകാവൂ. ഗായ്സ് നോക്കിയേ.
കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ ഭയങ്കര ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ചെറിയൊരു വാട്ടർഫാൾ അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. കണ്ടില്ല. Describe about this waterfall. Is there any historical background behind this waterfall? Actually, it's a traditional waterfall. ഇതൊരു ട്രഡീഷണൽ വാട്ടർഫാൾ ആണെന്നാണ് പറയുന്നത്. ഇത് നോക്കി എത്രത്തോളം അവർക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കിയാൽ കണ്ടില്ല. അവിടുന്ന് വെള്ളം ഒലിക്കട്ടോ ഈ മാസത്തിൽ. ഓക്കെ, ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു വേദി പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണല്ലോ ഒരു സ്റ്റേജ് പോലെ അവരുടെ മതത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവിടെയാണ് ഗ്യാദർ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ചെയർസൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടാണ് അവർ പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പോൾ രാത്രി കാലങ്ങളും പ്രോഗ്രാമൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് എല്ലാവരും ഇരിക്കുകയാണ്. സോ വി ക്യാൻ ഗോ ഔട്ട് സൈഡ്. ഓക്കെ, I think we have covered almost everything. Each and everything. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് we can eat something. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോകട്ടോ. എന്തായാലും കലക്കി മജ 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 ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ മേളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കണ്ടുട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാർക്കിംഗ് ഏരിയയിലാണ്. നമ്മളെ ലൗപ്രീതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് തിരിക്കാം. ഒരുപാട് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു ഇന്ന്. ശരിക്കും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഒരുപാട് നല്ല കാഴ്ചകളെ കണ്ടു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. എന്തായാലും അത് നിറവേറിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇനി ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വേറെന്താ, മറ്റൊരു നല്ല കിടുക്കാച്ചി എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഗുഡ് ബൈ.